യുടെ പുതിയ 320 ദിർഹംസിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇനി മുതൽ റെസിഡൻസി പെർമിറ്റ് നൽകുന്നതിനും പുതുക്കുന്നതിനും തൊഴിലുടമകൾ നിർബന്ധമായും ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിരിക്കണം. ജാനുവരി 1, 2024 മുൻപുള്ള വർക്ക് പെർമിറ്റുകൾക്ക് ഈ ഒരു മാൻഡേറ്റ് നിർബന്ധമല്ല. എന്നാൽ അവരുടെ റെസിഡൻസി പെർമിറ്റ് പുതുക്കുന്ന സമയമാകുമ്പോൾ മാത്രമേ ഇത് നിർബന്ധമാവുകയുള്ളൂ. ജാനുവരി 1 മുതൽ ദുബായ് കെയർ നെറ്റ്വർക്ക് വഴിയാണ് തൊഴിലുടമകൾ ഈ ഒരു ഹെൽത്ത് പാക്കേജ് എടുക്കേണ്ടത്. ഇൻഷുറൻസ് പൂൾ വെബ്സൈറ്റും സ്മാർട്ട് ആപ്ലിക്കേഷനും കൂടാതെ രാജ്യത്തുടനീളമുള്ള ബിസിനസ് സേവന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വിവിധ ചാനലുകൾ വഴി അംഗീകൃത ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് മറ്റേതെങ്കിലും ഇൻഷുറൻസുകളും എടുക്കാവുന്നതാണ്. ഈ ഒരു ഇൻഷുറൻസ് പോളിസി 2 വർഷത്തേക്കാണ് സാധുവാകുന്നത്. എന്തെങ്കിലും കാരണവശാൽ വിസ ക്യാൻസൽ ആയി പോവുകയാണെങ്കിൽ 2ാം വർഷത്തെ പ്രീമിയം തിരിച്ചു നൽകുന്നതാണ്. മാത്രമല്ല ഇത് 320 ദിർഹംസ് ആണ് ഇതിന്റെ ബേസിക് പാക്കേജ്. 64 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ കഴിയുക. ഈ പ്രായത്തിലുള്ളവർ ഇതിനുവേണ്ടി ഒരു മെഡിക്കൽ വെളിപ്പെടുത്തൽ ഫോം പൂരിപ്പിച്ച് മെഡിക്കൽ റിപ്പോർട്ടും അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന തൊഴിലാളികൾക്ക് കാത്തിരിപ്പ് കാലയളവ് നിർബന്ധമല്ല. അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റിന് 20% കോ പേയ്മെന്റോടുകൂടെ ചികിത്സാ ചെലവുകൾ പാക്കേജ് ഉൾക്കൊള്ളുന്നു. ഇൻഷുർ ചെയ്ത വ്യക്തി ഒരു വിസിറ്റിന് മാക്സിമം 500 ദിർഹമാണ് നൽകേണ്ടത്. മരുന്ന് ഉൾപ്പെടെയുള്ള വാർഷിക പരിധി 1000 ദിർഹവും. ഈ പരിധിക്കപ്പുറം ഇൻഷുറൻസ് കമ്പനി എല്ലാ ചികിത്സാ ചെലവും വഹിക്കുന്നു. ഹോസ്പിറ്റൽ താമസം ആവശ്യമില്ലാത്ത ഔട്ട് പേഷ്യന്റ് പരിചരണത്തിന് 25% കോ പേയ്മെന്റ് വരുന്നത്. ഫോളോ അപ്പ് വിസിറ്റിന് 7 ദിവസം വരെയും കോ പേയ്മെന്റ് ആവശ്യമില്ല. അതേസമയം മരുന്നുകൾക്ക് കോ പേയ്മെന്റ് 30%വും വാർഷിക പരിധി 1500 ദിർഹംസുമാണ്. തൊഴിലാളികളുടെ ഡിപ്പെൻഡൻസിനും ഫാമിലിക്കും ഈ ഇൻഷുറൻസ് ഇതേ നിരക്കിൽ ലഭ്യമാക്കാവുന്നതാണ്. 7 ആശുപത്രികളും 46 ക്ലിനിക്കുകളും മെഡിക്കൽ സെന്ററുകളും 45 ഫാർമസികളും ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്.